ശീർഷകം മഴയിൽ എഴുതിയ പ്രണയം. മഴ പതുക്കെ വീഴുന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. ചായക്കടയുടെ മുന്നിൽ നനഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയെ ആദ്യം കണ്ട നിമിഷം തന്നെ അർജുൻ അറിയാതെ തന്നെ നിശ്വാസം നിർത്തി. അവളുടെ പേര് അനു. കണ്ണുകളിൽ ഒരു ശാന്തമായ ദുഃഖം, മുഖത്ത് പറയാതെ പറഞ്ഞു പോകുന്ന 1000 കഥകൾ. അർജുൻ ഒരെഴുത്തുകാരനായിരുന്നു, വാക്കുകളെ പ്രണയിച്ച ഒരാൾ. പക്ഷെ ജീവിതത്തിൽ പ്രണയം എന്നത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അനു ദിവസവും അതേ സമയത്ത് ആ ചായക്കടയിൽ വരും. മഴയുണ്ടായാലും ഇല്ലായാലും. ചായ കുടിക്കും, പുസ്തകം തുറക്കും, പിന്നെ ലോകത്തോട് ബന്ധമില്ലാത്ത ഒരാളായി മാറും. ഒരു ദിവസം ധൈര്യം കൂട്ടി അർജുൻ ചോദിച്ചു, "നിനക്ക് മഴ ഇഷ്ടമാണോ?" അനു ചെറുതായി ചിരിച്ചു. മഴയെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ആ ചിരിയായിരുന്നു അർജുൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കഥയേക്കാൾ അധികം പ്രണയിച്ചത്. മഴയും വാക്കുകളും. അവർ സുഹൃത്തുക്കളായി. ചായക്കട അവരുടെ ലോകമായി. അർജുൻ തന്റെ എഴുത്തുകൾ അനുവിനായി വായിച്ചു കേൾപ്പിച്ചു. അനു തന്റെ നിശബ്ദതകൾ അവന് സമ്മാനിച്ചു. അവൾ പറഞ്ഞു, ചില സ്നേഹങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കണം. അർജുൻ അന്നാണ് മനസ്സിലാക്കിയത്, പ്രണയം എന്നും വലിയ വാക്കുകളല്ല, ചെറിയ നിമിഷങ്ങളാണ്. മഴയത്തൊരുമിച്ച് നടക്കുമ്പോൾ അനുവിന്റെ കൈ അവന്റെ കൈയിൽ തട്ടിയ നിമിഷം, ആ സ്പർശത്തിൽ ഒരു ജീവിതം മുഴുവൻ അവൻ കണ്ടു. വിടവാങ്ങലിന്റെ നിശബ്ദത. ഒരു ദിവസം അനു വന്നില്ല. അടുത്ത ദിവസം, അതിന്റെ അടുത്ത ദിവസവും. അർജുൻ കാത്തിരുന്നു. മഴ പെയ്തു, ചായ തണുത്തു. പക്ഷേ അനു വന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ചായക്കടക്കാരൻ പറഞ്ഞു, "അവൾ നാട്ടിലേക്കു പോയി, തിരിച്ചു വരില്ലെന്ന് തോന്നുന്നു." ആ വാക്കുകൾ അർജുനെ തകർത്തു. അവൾക്ക് പറയാൻ ബാക്കിവെച്ച പ്രണയം അവൻ ഉള്ളിൽ തന്നെ പൂട്ടി. വർഷങ്ങൾക്കു ശേഷം അർജുൻ പ്രശസ്തനായ എഴുത്തുകാരനായി. ഒരു പുസ്തകം, മഴയിൽ എഴുതിയ പ്രണയം, വായനക്കാരുടെ ഹൃദയം കീഴടക്കി. ഒരു പുസ്തക പ്രകാശന ദിവസം ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മുന്നോട്ടു വന്നു. കണ്ണുകൾ. അത് അവളായിരുന്നു, അനു. കണ്ണീരോടെ അവൾ പറഞ്ഞു, "ഈ കഥ, ഇത് നമ്മളല്ലേ?" അർജുൻ ഒന്നും പറഞ്ഞുമില്ല. അവളുടെ കൈ പിടിച്ചു. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. ചില പ്രണയങ്ങൾ വൈകിയാണ് പൂവണിയുന്നത്, പക്ഷെ അവയൊരിക്കലും മരിക്കില്ല. അവസാനം മഴ വീണ്ടും പെയ്യുമ്പോൾ അവർ വീണ്ടും തുടങ്ങി. ഇസാവരെ വിടവാങ്ങലില്ല.